നമസ്കാരം, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവാം. ആദ്യം തന്നെ ചന്ദ്രനെ രവിയെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. ചന്ദ്ര രവിയെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വർഷയുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ സച്ചിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിന്ന് ആൾക്കാരെയൊക്കെ ഒന്ന് സ്വീകരിക്കുക, അദ്ദേഹത്തിന് ഇപ്പം നിങ്ങളോട് ദേഷ്യമൊന്നും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അശോകേട്ടൻ ഇങ്ങനെ ചന്ദ്രടുത്ത് ചോദിക്കുകയാണ്, അല്ല ശ്രുതിയുടെ അച്ഛൻ വന്നിട്ടുണ്ടോ മലേഷ്യയിൽ നിന്ന്? അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ല, ഞാനും അദ്ദേഹത്തെ തന്നെ കാത്തിരിക്കുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചന്ദ്ര വീണ്ടും രവിയെ അടുത്ത് പറയുകയാണ്, എൻ്റെ പൊന്ന് രവിയേട്ടാ, നിങ്ങൾ പോയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് സംസാരിക്കുക, ചെല്ലുക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളുടെ സച്ചിയുടെ അച്ഛനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അശോകേട്ടനും കൂടി വിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് വർഷയുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛൻ പോവല്ലേ, എന്നെ തനിച്ചാക്കിയിട്ട് പോവല്ലേ, അച്ഛൻ ഇവിടെ ഇരിക്കുകയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട്, നീ എന്തായാലും ഇവിടെ ഇരിക്കുക, ഞങ്ങൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് പോയിട്ട് സംസാരിച്ചിട്ട് വരാം, ഞങ്ങൾ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ദാമു ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. കാരണം ഇവരങ്ങോട്ട് പോയാലേ ദാമുവിന് അവിടെ വന്നിരുന്നിട്ട് സച്ചിയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവരങ്ങോട്ടേക്ക് പോയ സമയത്ത് ഉടനെ ദാമു വന്നിട്ട് സച്ചിയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് സച്ചിനെ ഇങ്ങനെ തട്ടിയിട്ട് പറയാണ്, ബോസ് എന്നെ അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ എനിക്കറിയാം, താനിപ്പോൾ എൻ്റെ അടുത്തല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് തന്നെ അറിയാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ദാമു പറയുന്നുണ്ട്, ഓ അല്ലേലും ഈ ബോസ് എപ്പോഴും ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എപ്പോഴുമോ, അതിന് എനിക്ക് തന്നെ നേരത്തെ അറിയത്തില്ലല്ലോ, പിന്നെ എന്തിനാണ് താൻ എപ്പോഴും എന്ന് പറഞ്ഞതെന്ന്. അപ്പോൾ ദാമു പറയുന്നുണ്ട്, അത് എൻ്റെ തങ്കപ്പെട്ട മുഖമായതുകൊണ്ട് ഓരോ സമയം കാണുമ്പോഴും ഓരോ രൂപത്തിലായിരിക്കും, അതുകൊണ്ടാണ് ബോസിന് ഓർമ്മയില്ലാത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ തൻ്റെ മുഖം കണ്ടാലും പറയും തങ്കപ്പെട്ടതാണെന്ന്. എന്നിട്ട് ദാമു ഇങ്ങനെ ചോദിക്കുകയാണ്, ബോസിന്റെ പേര് സച്ചി എന്നല്ലേ, ബോസ് കാർ ഡ്രൈവർ അല്ലേ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതെ അതൊക്കെ ശരിയാണ്, ആ നമ്മളാണെന്നുണ്ടെങ്കിൽ അശോക് നഗറിലെ ബാറിൽ വെച്ചിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ചിരുന്ന് കള്ളു കുടിച്ചിട്ടുണ്ടല്ലോ, ആ സമയത്താണെന്നുണ്ടെങ്കിൽ ബോസ് എനിക്കൊരു ഓംലേറ്റ് വാങ്ങി തന്നിട്ടുണ്ട്, ഇതൊന്നും ബോസിന് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ഇങ്ങനെ ഒരു ആലോചിക്കും, ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചതെന്നിങ്ങനെ. ഇങ്ങനെ ദാമു ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സച്ചി എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും നിങ്ങളെ അറിയില്ല എന്ന് പറയുന്നു. ആ സമയം ഇങ്ങനെ ദാമു ഇങ്ങനെ ചോദിക്കുകയാണ്, അല്ല ബോസ് ആണിൻ്റെ വീട്ടുകാരോടൊപ്പം വന്നതാണോ പെണ്ണിൻ്റെ വീട്ടുകാരോടൊപ്പം വന്നതാണോ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ ആൺ വീട്ടുകാരോടൊപ്പം വന്നതാ, താനോ? ആ ഞാൻ പെൺ വീട്ടുകാരോടൊപ്പം വന്നതാ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, താനപ്പോൾ ആരുടെ ബന്ധുവാണ്? അപ്പോൾ ദാമു ചോദിക്കുകയാണ്, ആരുടെ ബന്ധുവോ? ആ അതെ, ഇവിടെ 2 ചടങ്ങ് നടക്കുന്നുണ്ടല്ലോ, അതിൽ ആരുടെ ബന്ധുവാണ്? അപ്പോൾ ദാമു ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാ, ഇവിടെ 2 ചടങ്ങൊക്കെ നടക്കുന്നുണ്ടോ? ആ എന്നാൽ ഞാൻ രണ്ടാമത്തെ മരുമകളുടെ ബന്ധുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഓ വർഷയുടെ ബന്ധുവാണോ, എന്താണ് നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ദാമു ആകെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക, എന്താ പറയേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ദാമു പറയുവാണ്, അത് പിന്നെ വർഷയുടെ അമ്മയുടെ മാമൻ്റെ അമ്മായിയുടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം സച്ചി പറയുന്നുണ്ട്, ആ ആ മനസ്സിലായി, ഇപ്പം എത്ര കിലോമീറ്റർ അകലെയുള്ള ബന്ധമാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ഇങ്ങനെ ദാമു സച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും സച്ചിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകണമല്ലോ, പക്ഷെ അതങ്ങോട്ട് നടക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സച്ചിയുടെ അച്ഛനും അശോകേട്ടനും കൂടി ഈ മധുസൂദൻ്റെ അടുത്ത് സംസാരിക്കാൻ പോവുകയാണല്ലോ. പക്ഷേ സച്ചിയുടെ അച്ഛനെ കാണുന്ന സമയത്ത് തന്നെ മധുസൂദനൻ മുഖം തിരിക്കുകയാണ്, അതായത് കണ്ടിട്ടും കണ്ട ഭാവമേ നടിക്കുന്നില്ല. ആ സമയത്ത് ഇങ്ങനെ അശോകേട്ടൻ സച്ചിയുടെ അച്ഛനെ വിളിച്ചിട്ട് പോയിട്ട് പറയാണ്, അദ്ദേഹം നിന്നെ കണ്ടിട്ടും കണ്ട ഭാവം പോലും നടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അതങ്ങനെയല്ലേ വരത്തുള്ളൂ, ഞാനൊരു സാധാരണക്കാരനല്ലേ, അപ്പോൾ അദ്ദേഹത്തെ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്യേണ്ടി വരുമെന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിച്ചത് ഇപ്പോഴും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹം എല്ലാവരെയും അളക്കുന്നത് പണവും പദവിയും വെച്ചിട്ടൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് അശോകേട്ടൻ പറയുന്നുണ്ട്, അല്ല അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് സംസാരിക്കുന്ന ആളെ നിനക്ക് മനസ്സിലായോ, നമ്മൾ സർവീസിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം നമ്മളുടെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഈ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ മധുസൂദനത്തെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം രവീന്ദ്രനെ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വർഷയുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അത് നമ്മളുടെ രവീന്ദ്രൻ അല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചോദിച്ചിട്ട് രവീന്ദ്രൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ രവീന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, രവീന്ദ്രൻ എന്നെ മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്തായാലും തന്നെപ്പോലൊരു ഉദ്യോഗസ്ഥൻ, ഇത്രയും താഴ്ന്നൊരു ഉദ്യോഗസ്ഥൻ്റെ മകനെ കൊണ്ട് നിങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിച്ചിട്ടില്ല, എന്തായാലും തൻ്റെ മനസ്സ് ഭയങ്കരമാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഭയങ്കര വലുതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മധുസൂദനൻ പറയുകയാണ്, കുപ്പത്തൊട്ടിയിലിരുന്നവരൊക്കെ ഇപ്പോൾ തങ്കമാളികയിൽ വന്നു, അത് തന്നെയെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്.
അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അശോകേട്ടൻ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ രവി പറയുകയാണ്, അദ്ദേഹം പറഞ്ഞത് മനസ്സിലായില്ലേ, നമ്മളൊക്കെ കുപ്പത്തൊട്ടിയിലുള്ളവരും അദ്ദേഹം തങ്കമാളികയിലുമാണെന്നുള്ളത്. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ജീവിതാനുഭവങ്ങളായിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിയില്ല. ഞാൻ എല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെ പോവാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സച്ചിയുടെ അച്ഛൻ അവിടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രനെയും ഭാവനയാണ്. അപ്പോൾ അവർ രണ്ടുപേരോട് ഇങ്ങനെ ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ശ്രുതിയുടെ അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ, മലേഷ്യയിൽ നിന്ന് വരെ എത്രയും സമയം വേണമെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഭാമ ഇങ്ങനെ കളിയാക്കിയിട്ട് പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ മലേഷ്യയിൽ പോയിട്ടൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയമാണ് നമ്മളുടെ മഹിമ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ മഹിമ വന്നിട്ട് ചോദിക്കുകയാണ്, ശ്രുതി ഇതുവരെ റെഡി ആയില്ലേ, അവളുടെ ചടങ്ങല്ലേ ആദ്യം നടത്തേണ്ടത്, നീ പോയിട്ട് അവളെ വിളിച്ചുകൊണ്ട് വാ ചന്ദ്ര എന്ന് പറയുന്നുണ്ട്. ആ സമയം ചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് വിളിച്ചിട്ട് വരാമെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മഹിമ പറയുകയാണ്, പ്രശ്നം നടക്കുന്നതിന് മുമ്പ് ചടങ്ങുകളെല്ലാം നടത്തണമെന്ന്. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, പ്രശ്നമോ, അതെന്ത് പ്രശ്നമാണ് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മഹിമ പറയുകയാണ്, അത് പിന്നെ ചടങ്ങ് നടത്താൻ ലേറ്റായി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. നീ പോയിട്ട് എന്തായാലും ശ്രുതിയെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് മഹിമ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രയും ഭാമയും കൂടി വന്നിട്ട് രവീനെ വിളിക്കുകയാണ്, അതായത് സച്ചിയുടെ അച്ഛനെ വിളിക്കുകയാണ്. അപ്പോൾ സച്ചിയുടെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ ചടങ്ങല്ലേ ആദ്യം നടത്തേണ്ടത്. അപ്പോൾ രവി പറയുന്നുണ്ട്, അതെ ശ്രുതിയുടെ ചടങ്ങാണ് ആദ്യം നടത്തേണ്ടത്, അവളല്ലേ നമ്മുടെ മൂത്ത മരുമകൾ, അപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അവളുടെ അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ, അവിടെ നിന്ന് തിരിച്ചിട്ടല്ലേ ഉള്ളൂ, ഇപ്പം എത്താറായതേ ഉള്ളൂ എന്ന് പറയുന്ന സമയത്ത് സച്ചിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇത് തന്നെയല്ലേ നീ കുറേ നേരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചന്ദ്ര പറയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, വർഷയുടെ ചടങ്ങ് ആദ്യം നടത്തിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ശ്രുതി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ശ്രുതി പറയുവാണ്, അമ്മ അതെന്താ അങ്ങനെ ചെയ്യുന്നത്, ശ്രുതിയല്ലേ മൂത്ത മരുമകൾ, അപ്പോൾ ശ്രുതിയുടെ ചടങ്ങല്ലേ ആദ്യം നടത്തേണ്ടത്, അവളുടെ ചടങ്ങ് ആദ്യം നടത്തിയാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇത് കല്യാണമൊന്നും അല്ലല്ലോ, സമയവും കാലവും ഒക്കെ നോക്കിയിട്ട് നടത്താൻ വേണ്ടിയിട്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം സച്ചിയുടെ അച്ഛൻ പറയുന്നുണ്ട്, സമയവും കാലവും ഒക്കെ നോക്കണം, ഇതിനും സമയമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നല്ല സമയത്ത് തന്നെ ചടങ്ങ് നടത്തണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ചന്ദ്രയും പറയുന്നുണ്ട്, അതാണ് ശരി, നമുക്ക് എന്തായാലും വർഷയുടെ ചടങ്ങ് തന്നെ ആദ്യം നടത്താമെന്ന് പറയുന്നുണ്ട്. ശ്രുതിയുടെ അച്ഛൻ ഇതുവരെ വന്നിട്ടില്ലല്ലോ, അപ്പോൾ അവളുടേത് ശ്രുതിയുടെ അച്ഛൻ വന്നതിന് ശേഷം നടത്താമെന്ന് പറയുന്നുണ്ട്. ആ സമയം ശ്രുതിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അന്നേരം ശ്രുതി വീണ്ടും പറയാണ്, അത് ശരിയാവില്ല അമ്മ, ആൾക്കാരൊക്കെ എന്തു പറയും എന്നിങ്ങനെ പറയുന്നുണ്ട്. അവളല്ലേ സീനിയർ, അതുകൊണ്ട് അവളുടെ ചടങ്ങ് തന്നെ ആദ്യം നടത്തിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര എവിടെയെന്ന് പറയാണ്, ഈ കാര്യത്തിൽ ഇപ്പോൾ അവൾ ജൂനിയർ ആയാൽ മതി എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. എന്നിട്ട് സച്ചിയുടെ അച്ഛൻ ചന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്തായാലും ഈ കാര്യമെങ്കിലും എന്നോട് ചോദിച്ചിട്ടൊന്നും ചെയ്തല്ലോ, സന്തോഷമായി എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ ഫ്രണ്ടിനെയാണ്. ശ്രുതിയുടെ ഫ്രണ്ട് വന്നിട്ട് ശ്രുതിയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വർഷയുടെ ചടങ്ങാണ് ആദ്യം നടത്തുന്നത്, നിൻ്റെ അച്ഛൻ വരാത്തത് കൊണ്ട് നിൻ്റെ ചടങ്ങ് രണ്ടാമതാക്കിയിട്ടുണ്ട്, അദ്ദേഹം വന്നിട്ട് നടത്താമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഈ തള്ളയെ കൊണ്ട് തോറ്റല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ശ്രുതി വന്നിട്ട് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുകയാണ്, നിൻ്റെ അച്ഛൻ എപ്പോഴാണ് വരുന്നത്, നിൻ്റെ അച്ഛൻ വരുന്ന ഫ്ലൈറ്റിൻ്റെ പേരോ നമ്പറോ എന്തെങ്കിലും ഒന്ന് താ, ഞാൻ എന്തായാലും ഓൺലൈനിലൊന്ന് നോക്കട്ടെ, ഫ്ലൈറ്റ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ശ്രുതി ഇങ്ങനെ ദേഷ്യത്തോടെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്കെന്തിനാണ് ഇപ്പോൾ അതൊക്കെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയാണ്, വർഷയുടെ ചടങ്ങാണ് അവിടെ ആദ്യം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്, നീയല്ലേ മൂത്ത മരുമകൾ, നിൻ്റെ ചടങ്ങല്ലേ ആദ്യം നടത്തേണ്ടത്, എല്ലാം നീ കാരണമാണ്, നിൻ്റെ അച്ഛൻ ലേറ്റ് ആവുന്നത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നീ എന്നോടെങ്കിലും ഒന്ന് സത്യം പറ, അദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ളത്. ശ്രുതി പറയാണ്, അപ്പം ഞാൻ പറയുന്നത് കള്ളത്തരമാണെന്നാണോ നീ പറയുന്നത്, ഫ്ലൈറ്റ് ഡിലേ ആയിരിക്കും, അതുകൊണ്ടാണ് വരാൻ താമസിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എന്നാൽ ശരി, ഞാൻ മലേഷ്യയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഡിലേ ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് വിളിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കുന്നുണ്ട്. ആ സമയം ഫോൺ എടുക്കുന്നില്ല ആരും. അപ്പോൾ ഇങ്ങനെ ശ്രുതി ചോദിക്കുകയാണ്, നീ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്, മലേഷ്യയിൽ നിന്ന് വരുന്ന ആൾക്ക് ഇങ്ങോട്ടേക്കും വരാൻ അറിയാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ശ്രുതി ഇങ്ങനെ ദേഷ്യം പറയുന്നുണ്ട്, നീ എന്തൊക്കെയോ ഇങ്ങനെ പറയാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് ശ്രുതി. പിന്നീട് വീണ്ടും കാണിക്കുന്നത് ചന്ദ്രനെയും ഭാമേനെയാണ്. ചന്ദ്രയും ഭാമ ഇവിടെ വീണ്ടും ശ്രുതിയുടെ അച്ഛൻ വരുന്ന കാര്യവും പറഞ്ഞുകൊണ്ട് നിൽക്കുക. ആ സമയം മഹിമ വീണ്ടും വരുന്നുണ്ട്. മഹിമ വന്നിട്ട് വീണ്ടും ചന്ദ്രയുടെ ചോദിക്കുകയാണ്, ശ്രുതിയെ വിളിച്ചുകൊണ്ട് വാ, നമുക്ക് ചടങ്ങ് നടത്താൻ സമയമായി എന്ന് പറയുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം വർഷയുടെ ചടങ്ങ് തന്നെ നടത്താമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഹിമ ചോദിക്കുന്നുണ്ട്, അതെന്താ ഇപ്പോൾ ഇങ്ങനെ, മൂത്ത മരുമകളുടെ ചടങ്ങ് തന്നെ ആദ്യം നടത്തണമെന്നല്ലേ നീ പറഞ്ഞത്, എന്നിട്ട് ഇപ്പം എന്താ അതിനൊരു മാറ്റമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അത് പിന്നെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്, നിങ്ങളല്ലേ ഈ ഫംഗ്ഷൻ എല്ലാം നടത്തുന്നത്, അപ്പോൾ വർഷയുടെ ചടങ്ങ് തന്നെ ആദ്യം നടത്തണം, അതാണ് അതിൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ മഹിമ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ ചോദിക്കില്ലേ അതെന്താ അങ്ങനെ നടത്തുന്നതെന്നുള്ളത്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അത് സാരമില്ല, രണ്ടുപേരും എൻ്റെ മരുമക്കൾ തന്നെയല്ലേ, 6 ചടങ്ങ് ആദ്യം നടത്തിയാലും ഒരു പ്രശ്നവും വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഹിമ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എനിക്കും വേറെ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മഹിമ അവിടുന്ന് നേരെ ശ്രുതിയുടെ അടുത്തേക്കാണ് പോകുന്നത്. എന്നിട്ട് മഹിമയും ശ്രുതിയും കൂടെ നിൽക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പോൾ മഹിമ ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കുകയാണ്, നീ ഇതുവരെ റെഡി ആയില്ലേ? ആദ്യം വർഷയുടെ ചടങ്ങ് നടത്താമെന്നാണ് ചന്ദ്ര പറയുന്നത്, അതെന്താ അങ്ങനെ ചെയ്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നീ എന്നോട് തുറന്ന് പറയാൻ എങ്ങനെ പറയുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ആൻറ്റി, ഒരു പ്രശ്നവും ഇല്ല, അത് പിന്നെ അച്ഛൻ വരാൻ കുറച്ച് ലേറ്റ് ആവും, അതുകൊണ്ടാണ് ആൻറ്റി അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ആ സമയം മഹിമ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ അതാണല്ലേ കാര്യം. പക്ഷെ ചന്ദ്ര അങ്ങനെയല്ല പറഞ്ഞത്, എന്നാലും അവൾ എൻ്റെ മുമ്പിൽ നന്നായിട്ട് അങ്ങ് അഭിനയിച്ചിട്ടുണ്ടെന്നിങ്ങനെ പറയുന്നുണ്ട്. സാരമില്ല, എന്തായാലും നിൻ്റെ അച്ഛൻ വരുന്ന സമയത്ത് ചടങ്ങ് നടത്താം, അദ്ദേഹം കല്യാണത്തിന് പോലും ഇല്ലായിരുന്നല്ലോ, അപ്പോൾ ഇതിനെങ്കിലും അദ്ദേഹം കൂടട്ടെ, നിൻ്റെ ചടങ്ങ് എന്തായാലും രണ്ടാമത് നടത്താം. വർഷയുടെ ചടങ്ങ് ഇപ്പോൾ നടക്കുന്നുണ്ട്, ഇപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് വരാൻ പറഞ്ഞിട്ട് മഹിമ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ശ്രുതി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.